ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കണ്ടസ്റ്റൻസ് ഒക്കെ കൺഫേം ആയി തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ അവസാന ഘട്ടത്തിലോട്ട് പോവാണ്. ആരൊക്കെ അതിനകത്ത് നിന്ന് സെലക്ട് ആയിട്ടുണ്ടാവും? കോമണാസ് പ്രൊമോ കുറേ ഞാൻ ഈ പ്രാവശ്യം ക്രൂശിക്കപ്പെട്ടതാണ് കോമണാസ് പ്രൊമോയുടെ കാര്യത്തിൽ. അതും ഏതാണ്ട് ഒരു തീരുമാനത്തിലോട്ട് എത്തി. എപ്പോഴാണ് വരാൻ പോകുന്നത്? ഇതൊക്കെ അവിടെ നിന്നോട്ടെ. മലയാളം ബിഗ് ബോസ് ആണ് ആദ്യം വരാനിരിക്കുന്നതെന്നല്ലേ നമ്മൾ കരുതുന്നത്? അല്ല, ജിയോ ഹോട്ട്സ്റ്റാറിലെ ഹിന്ദി ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ്. അതും 5.5 മാസം. 165 170 ദിവസം. ഇത് എന്തുവാണ് ഇത് സംഭവം? വല്ലതൊക്കെ അറിഞ്ഞോ? മലയാളം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ അപ്ഡേറ്റും പറയാനുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞിട്ട് ഹിന്ദിയിലോട്ട് പോവാം. മലയാളം ബിഗ് ബോസ് സീസൺ 7ലെ കണ്ടസ്റ്റൻസ് ഒക്കെ കൺഫേം ആയി തുടങ്ങുന്നുണ്ട്. അത് എല്ലാവരെയൊന്നും അല്ല, ഭയങ്കര അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഫെയിമുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 പേരുടെ പേരുകൾ അറിഞ്ഞു, പക്ഷെ ഇപ്പം നമുക്കത് പറയേണ്ടത്, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിതാവും. ഞാൻ അതിനകത്ത് 2 പേര് അറിഞ്ഞു. അതിനകത്ത് ഒരു പേര് കണ്ടിന്യൂസ്ലി ഞാൻ എൻ്റെ പല വീഡിയോസിലും ഒരു പേര് ഞാൻ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. ഒരാളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് കൂടിയില്ല. ആ പേര് പറഞ്ഞിട്ട് കൂടിയില്ല, ഇതുവരെയും ലിസ്റ്റിൽ പറഞ്ഞിട്ട് കൂടിയില്ലാത്ത ഒരു പേരും ഉണ്ട്. 2 പേരും മെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പിന്നെയുള്ള വീഡിയോസിലോട്ട് പോവാം. അപ്പം കൺഫർമേഷൻ ചെറിയ രീതിക്ക് ആർട്ടിസ്റ്റുകൾക്കൊക്കെ, അത്യാവശ്യം വർക്കൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഡേറ്റ് ഒക്കെ ലോക്ക് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കൺഫേം ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. ബാക്കിയുള്ളവരുടെയൊക്കെ ഓഡീഷൻസ് സെക്കൻഡ് റൗണ്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, പുരോഗമിക്കുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്, ആരൊക്കെ ആയിരിക്കും ഇത്തവണ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ തോന്നൽ ഞാൻ പറയുവാണ്, തോന്നലാണ്. ഞാൻ ഈ പറഞ്ഞ കൺഫേംഡിൻ്റെ കേസല്ല, തോന്നലാണ്. ചിലപ്പം ഇത്തവണത്തെ സീസണിൽ കോൺട്രവേഴ്ഷ്യൽ താരമായ നമ്മുടെ രേണു സുധി, ജാസി, അനുമോള്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൺഫേംഡ് ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഞാൻ പറയുന്നില്ല, ഒന്നുമേ അറിഞ്ഞിട്ടുമില്ല. ആ കാര്യം അറിയുമ്പോൾ പറയാം. നമുക്ക് ഒരു ഇത് തോന്നുന്നു, കാരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഓഡീഷൻ കടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന വിവരങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡിങ് വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്കിപ്പോൾ ഈ 3 പേരുകൾ ഏതാണ്ട് കാണും എന്നുള്ള ഒരു രീതി എനിക്ക് തോന്നുന്നു. അത് ഞാൻ കൺഫേംഡ് അല്ലാത്തതുകൊണ്ടാണ് പറയാത്ത, കൺഫേംഡ് ആയ പേരുകളുണ്ട്. ഇനി കോമണാസിന്റെ പ്രൊമോയുടെ കാര്യം, അതാണ് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, അവസാന ഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയും കൂടെ പുരോഗമിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി കോമണാസിന്റെ പ്രൊമോ ജൂൺ മാസത്തിൽ തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റുന്നത്. ജൂൺ മാസത്തിൽ അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്നോളൂ. ആ സാധനം അതുകൂടി വന്നിട്ടായിരിക്കും ഇനി ലാലേട്ടൻ്റെ പ്രൊമോ എന്തെങ്കിലുമൊക്കെ വരുന്നത്. ഇനി അതിനകത്ത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കോമണാസിന്റെ പ്രൊമോ ജൂണിലുണ്ടാവും കേട്ടോ. അതിലേക്ക് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ മലയാളം ബിഗ് ബോസിന് മുന്നേ ഹിന്ദി ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ് എന്ന് അറിയുന്നു. അതും 6 മാസം 5.5 മാസം നീണ്ടു നിൽക്കുന്ന ഷോ ആയിട്ട്. ഖത്രോങ്കെ കിലാടി എന്ന് പറഞ്ഞ് ഹിന്ദിയിലൊരു ഷോ ഉണ്ട്. നമ്മുടെ എൻ്റെ മോൾ ബനീജയാണ് അത് നടത്തുന്നത്. അവർ ഇത്തവണത്തെ ഷോ ക്യാൻസൽ ചെയ്തു എന്ന് കേൾക്കുന്നു. ബിഗ് ബോസ് ഹിന്ദി സീസൺ 19 വരുവാണ്. അത് കളേഴ്സിലാണോ അതോ സോണിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാനലൊക്കെ ഷിഫ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. 165 ഡേയ്സ് കൊണ്ടുപോകാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അറിയുന്നത്. പക്ഷെ എനിക്ക് തോന്നണില്ല, കാരണം പണ്ടത്തെ ബിഗ് ബോസ് അല്ലടേ ഇപ്പോഴത്തെ ബിഗ് ബോസ്. ആരും കാണത്തുമില്ല. തോന്നിവാസവും പിന്നെ തോന്നുന്ന എജക്ഷനും എവിക്ഷനും ഒക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പൊട്ടാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. ഹിന്ദി ബിഗ് ബോസ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഉണ്ടെന്ന് ഈ വർഷം അത് തന്നെ ബിഗ് ബോസ്. മലയാളത്തിൽ നമുക്കൊരു 5-6 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് ആ ഫീൽ വരും. ഇതെന്തോന്നടേ എന്നുള്ള ഒരു സാധനം നമുക്ക് വരും. അതിപ്പോൾ നമുക്ക് തോന്നൂല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നേരത്തെ വരാൻ ചാൻസസ് ഉണ്ടെന്ന് കേൾക്കുന്നു. ജൂലൈ ലാസ്റ്റിലൊക്കെ ചിലപ്പോൾ ലോഞ്ച് ചെയ്യാം. കാരണം അവരുടെ ഖത്രോങ്കെ കിലാടിയൊന്നും ഇത്തവണ ഇല്ലെന്ന് കേൾക്കുന്നുണ്ട്. ജൂലൈ ലാസ്റ്റിലൊക്കെ ചിലപ്പോൾ ബിഗ് ബോസ് ഹിന്ദി വന്നേക്കാം. സൽമാൻ സാർ തന്നെയാണ് ഇത്തവണയും ഹോസ്റ്റ്. പിന്നെ എനിക്ക് അതല്ല, ഈ ബിഗ് ബോസ് വരുമ്പോൾ ഇത്തവണ പെരുമഴയായിരിക്കണം എല്ലാ ബിഗ് ബോസ് ഒരേ സമയം. മറാത്തി ബിഗ് ബോസിന്റെ കേസിൽ എനിക്ക് ഉറപ്പില്ല. കഴിഞ്ഞ നമ്മളെ പൊട്ടി 70ാമത്തെ ദിവസം നിർത്തിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇനി എന്താവും തിരുമ്പിക്കൊണ്ട് വരുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും
മറാത്തി ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ് ജൂലൈയിൽ തുടങ്ങും, മലയാളം ബിഗ് ബോസ് ഓഗസ്റ്റിൽ, തെലുങ്ക് ബിഗ് ബോസ് ഓഗസ്റ്റിൽ, മറാത്തി ബിഗ് ബോസ് ചിലപ്പോൾ സെപ്റ്റംബറിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ജൂലൈ അങ്ങോട്ട് എപ്പോൾ വേണം പ്രതീക്ഷിക്കാം ജൂലൈ മുതൽ മറാത്തി ബിഗ് ബോസ് വരുന്നെങ്കിൽ. കന്നഡ ബിഗ് ബോസ് ആ സമയം ഒക്ടോബറിൽ, തമിഴ് ബിഗ് ബോസ് ഒക്ടോബറിൽ, അങ്ങനെ മൊത്തം നിരന്ന് വാരി ബിഗ് ബോസുകളുടെ ഒരു പൂരമായിരിക്കും. എല്ലാ ബിഗ് ബോസും ഒരേ സമയത്തായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. അത് ഭയങ്കര ആദ്യമായിട്ടായിരിക്കും മിക്കവാറും അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ബിഗ് ബോസും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് അറിയുന്ന അപ്ഡേറ്റ്. പിന്നെ കുറേ പേര് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഘട്ടം ഓഡീഷൻ അറ്റൻഡ് ചെയ്തവരും സെക്കൻഡ് ഘട്ടം ഓഡീഷൻ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ 2 ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് ഞാൻ പറയാം, കുറച്ച് പേരുകൾ ഉണ്ട്, കുറച്ച് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സെറ്റ് ഓഫ് പേരാവട്ടെ, ഒരു 10 പേരോ 15 പേരോ ആയിട്ട് ഞാൻ വന്ന് ഒരുമിച്ച് നിങ്ങളോട് പറയാം. അല്ലാതെ വെറുതെ കോണ്ടന്റിന് വേണ്ടി വാരി ഇടണ്ടെന്ന് കരുതിയിട്ടാണ് വന്ന് ആ കാര്യം പറയാത്തത്. ഓക്കെ, ഇനി അറിയാൻ പറ്റുന്നതും സന്തോഷകരവുമായിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങളടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യുവാണ്. നമ്മൾ ഇട്ടിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് 1, ഓഡീഷൻ ലിസ്റ്റ് 1, ഓഡീഷൻ ലിസ്റ്റ് 2, അതിനകത്തൊരു 80% സാധനവും കറക്റ്റ് തന്നെയാണ്. അതിനകത്തുള്ളവർക്ക് ഒരു 80% ആൾക്കാർക്കും ബിഗ് ബോസ് ആയിട്ട് ഓഡീഷൻ കോൾ അറ്റൻഡ് ചെയ്തവരുണ്ട്, കൺഫേംഡ് ആയവരുണ്ട്, അതോടൊപ്പം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് സന്തോഷം. അത് നമ്മളെ ഇട്ടിട്ട് കണ്ടിട്ട് വിളിച്ചു എന്നൊന്നുമല്ല, ഇങ്ങനെയൊക്കെയോ വന്നു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ് സന്തോഷം. അപ്പം ആ വീഡിയോ ഒക്കെ കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഇനി അടുത്തൊരു സെറ്റ് ഓഫ് പേരുകളാവട്ടെ, അല്ലെങ്കിൽ കുറേ സെർച്ചിങ് പരിപാടീസൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് ഓരോരോ പേരുകളൊക്കെ വന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അറിയുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഈ വർഷത്തെ സീസൺ ഒരു അടിപൊളി സീസൺ ആവട്ടെ. സത്യം പറഞ്ഞാൽ ലോഗോ വന്നിട്ട് കൂടെയും ആർക്കുമേ ഒരു മൈൻഡും ഇല്ല. സത്യമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ലോഗോ വന്നു, അപ്പം തന്നെ കോമണേഴ്സ് പ്രൊമോ വന്നു, ഭയങ്കര ഒരു ആക്റ്റീവ് ആയിരുന്നു സോഷ്യൽ മീഡിയ. അറ്റ്ലീസ്റ്റ് ഓഫ് ഓരോ ആൾക്കാർ ഈ കോമണേഴ്സ് പ്രൊമോക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ ഭയങ്കര നിറയെ ആക്റ്റീവായിരുന്നു. ഇത്തവണ അപ്പടിയേ ഇല്ലല്ലേ, മൊത്തം മാറ്റമാണ്. കാരണം ലോഗോ വന്നു, ലോഗോ കണ്ടു, ഫൈൻ, ലോഗോ വന്നല്ലോ, ഇനിയൊന്നും ഇല്ലേ. കാരണം നമുക്ക് 4 മാസം കിടക്കുവാടേ, അതാ പ്രശ്നം. ഇപ്പം ഈ മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ, ഓഗസ്റ്റിലേ തുടങ്ങത്തുള്ളൂ. 4 മാസം അല്ലെങ്കിൽ 3 മാസം. അപ്പം ഇത്രയും ടൈം കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത് വരുന്നില്ല. ഓഡീഷനൊക്കെ നടക്കുന്നു, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓഡീഷൻ നടക്കുന്നില്ല, ഒരു ബിഗ് ബോസിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് കൂടിയില്ല, എൻ്റെ ഫ്രണ്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടൊന്നും ഓഡീഷനൊക്കെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട്. ഓഡീഷൻ വിളിച്ചറിയിച്ച് നടത്താൻ പറ്റുന്ന സാധനം അല്ലല്ലോ. അതിൻ്റെ അടിയിൽ കൂടെ അവർക്ക് തോന്നുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ ആ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ലോഗോ വന്നിട്ടും അനക്കമില്ലാതെ കിടക്കുന്ന ആദ്യത്തെ സംഭവം ഇതായിരിക്കും. കാരണം ലോഗോയെക്കുറിച്ച് ചർച്ച ഞാൻ ശ്രദ്ധിച്ചു. അന്നത്തെ ദിവസം എല്ലാവരും ലോഗോ വന്നു, ഞാൻ ഉൾപ്പെടെ ലോഗോ വന്നു, ലോഗോയുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ലോഗോയെക്കുറിച്ചുള്ള ഡീകോഡിങ് സീസൺ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. റാദർ ദാൻ എന്താ പറയുക, ആ സംസാരങ്ങൾ വേറെ എതുവും ഇല്ല, ഒന്നുമേ ഇല്ല. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആരുമേ ഒന്നും വിടുന്നില്ല, ഒന്നും. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും എത്രയോ ഗ്രൂപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ആരൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര 500 പേര് 1000 പേരൊക്കെയുള്ള ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടെ ആർക്കും ഒരു ഗുമ്മില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം, ഗുമ്മില്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഗുമ്മ് വരട്ടെ. നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റോട്ട് വരാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും bye bye and take care.